BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ് ഇടത് MLA ആയിരുന്ന കാരാട്ട് റസാഖിന്റെ മുസ്ലിം ലീഗിലേക്കുള്ള തിരിച്ചുപോക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇടതുപക്ഷവുമായുള്ള അതൃപ്തിയെ തുടർന്നാണ് ഇത്തരത്തിലൊരു തിരിച്ചുപോക്ക് എന്നാണ് വിവരം. കൂടാതെ ലീഗിലേക്ക് തിരിച്ചു പോകുന്നതിനായി ഇദ്ദേഹം ചർച്ചകൾ നേരത്തെ നടത്തിയിരുന്നു എന്നാണ് സൂചനകൾ. തുടർന്നാണ് ഇദ്ദേഹം പാണക്കാട് എത്തി അംഗത്വം സ്വീകരിച്ചത്. ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളായിരുന്നു റസാഖിന്റെ ഔദ്യോഗികമായി സ്വാഗതം ചെയ്തത്. നിലവിൽ ഇടതുപക്ഷ സർക്കാരിന് കീഴിൽ മദ്രസ ബോർഡ് ചെയർമാനായ കാരാട്ട് റസാഖ് സ്ഥാനം അധികം വൈകാതെ രാജിവെക്കുന്നതായിരിക്കും. 2016 ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ലീഗ് മണ്ഡലം സെക്രട്ടറിയുമായിരുന്ന കാരാട്ട് റസാഖ് തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായി ഇടതുപക്ഷത്തേക്ക് കൂറുമാറിയത്. തുടർന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPMന്റെ പിന്തുണയോടെ ഇടത് സ്വതന്ത്രനായി മത്സരിച്ച് വിജയിക്കുകയായിരുന്നു. അന്ന് ലീഗിന്റെ സ്ഥാനാർത്ഥി MA റസാഖിനും 571 വോട്ടുകൾക്കാണ് കാരാട്ട് റസാഖ് പരാജയപ്പെടുത്തിയത്. കൂടാതെ അന്ന് ലീഗിൽ നിന്ന് CPMലേക്ക് എത്തിയത് സ്ഥാനാർത്ഥിത്വം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു. 1970കളുടെ അവസാനം രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച കാരാട്ട് റസാഖ് കൊടുവള്ളിയിൽ നിന്ന് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടമായാണ് കണക്കാക്കപ്പെട്ടത്. എന്നാൽ 2021 പരാജയം നേരിട്ടതോടെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ സംബന്ധിച്ച് പല ചോദ്യങ്ങളും ഉയർന്നിരുന്നു. MK മുനീറിനോടായിരുന്നു 6344 വോട്ടുകൾക്ക് അന്ന് കാരാട്ട് റസാഖ് പരാജയപ്പെട്ടത്. കൊടുവള്ളിയിൽ ഇത്തവണയും മത്സരിക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം മത്സരിക്കാനില്ലെന്ന നിലപാടിലായിരുന്നു കാരാട്ട് റസാഖ് ഉണ്ടായിരുന്നത്. CPM ജില്ലാ നേതൃത്വവുമായി അകൽച്ചയുണ്ടായിരുന്നെങ്കിലും പ്രശ്നങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ചതായാണ് വിവരം. ഇതിനിടെയാണ് അപ്രതീക്ഷിതമായി ലീഗിലേക്കുള്ള മടക്കം സംഭവിച്ചിരിക്കുന്നത്. കാരാട്ട് റസാഖിന്റെ കാര്യത്തിൽ മുസ്ലിം ലീഗ് നേതൃത്വം സ്വീകരിച്ച നിലപാട് പ്രാദേശിക തലത്തിൽ ശക്തി കൂട്ടാനുള്ള തന്ത്രപരമായ നീക്കമായാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം LDFിലെ ഘടകകക്ഷിയായ RJDയുടെ പ്രമുഖ നേതാക്കളിൽ ഒരാളായ സലീം മടവൂർ പാർട്ടിയുടെ പ്രത്യേക അനുമതിയോടെ സ്വതന്ത്രനായി കൊടുവള്ളിയിൽ മത്സരിക്കുന്നതായിരിക്കും. എന്നാൽ UDF സ്ഥാനാർത്ഥിയായി ഇത്തവണ PK ഫിറോസിനെയാണ് കൊടുവള്ളിയിൽ മത്സരിപ്പിക്കുന്നത്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.